സോ ഇനി നെക്സ്റ്റ് ഹസാർഡ് കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹസാർഡ് കാറ്റഗറിയാണ്. നമ്മൾ സ്ലിപ്പ് ആൻഡ് ട്രിപ്പ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി വരുന്ന ഹസാർഡ് കാറ്റഗറി നിങ്ങൾക്ക് അറിയാവുന്ന ഹസാർഡ് കാറ്റഗറി തന്നെയാണ്. ദാറ്റ് ഈസ് വെൽഫെയർ ആൻഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. ഓക്കെ, മാർച്ചിന് മുമ്പ് ഇത് ഹെൽത്ത് വെൽഫെയർ എൻവയോൺമെന്റ് എന്നാണ്, വർക്കിംഗ് എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത്. ഇപ്പോ അതായത് മാർച്ച് ഓൺവേർഡ്സ് കാറ്റഗറി നെയിം ചേഞ്ച് ചെയ്തു. വെൽഫെയർ ആൻഡ് വർക്കിംഗ് എൻവയോൺമെന്റ് എന്നാണ് ഈ കാറ്റഗറിയുടെ പേര്. ഓക്കെ, സോ വാട്ട് ഈസ് വെൽഫെയർ? എന്താണ് വെൽഫെയർ? വെൽഫെയർ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് വെൽഫെയർ? ഹലോ, എന്താണ് വെൽഫെയർ? ആർക്കും പറയാനില്ല? വാട്ട് ഈസ് വെൽഫെയർ? ഹലോ, ലിബിൻ, മുഹമ്മദ് സനത്ത്, സാഗർ, സഹീൽ, സുമിയൂസർ, ആരും ഒന്നും പറയുന്നില്ലല്ലോ. നമ്മൾ ആകെ കുറച്ചു പേരല്ലേ ഉള്ളൂ. എന്താണ് പറയുന്നതിന് പ്രശ്നം? ഹലോ, നമുക്കിതൊരു മീൻസ് കംപ്ലീറ്റ്ലി ഞാൻ മാത്രം പറയുന്നു നിങ്ങൾ കേട്ടിരിക്കുന്നു അങ്ങനെയല്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് സെഷൻ തന്നാ പോരെ അല്ലേ? ഹലോ മാം, ഞാൻ റെസ്പോണ്ട് ചെയ്തത് ആക്ച്വലി ഓഫീസിലായിരുന്നു. ഓഫീസിലാണോ? ഓക്കെ ഓക്കെ. വെൽഫെയർ എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ട് ഈസ് വെൽഫെയർ? ഓക്കെ, നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഹസാർഡ് സെഷൻ ആണ്. എന്തായാലും നിങ്ങൾക്ക് ഇത് എടുക്കാം. വെൽഫെയർ എന്ന് പറയുമ്പോൾ ആക്സസ് ടു ബേസിക് ഫെസിലിറ്റീസ് ഇൻ എ വർക്ക് പ്ലേസ്. ഒരു വർക്ക് പ്ലേസിൽ നമുക്ക് ആക്സസ് ചെയ്യേണ്ട, മീൻസ് നമുക്ക് എന്തായാലും വർക്കേഴ്സിന് ലഭ്യമാകേണ്ട ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ബേസിക് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? ഡ്രിങ്കിങ് വാട്ടർ അല്ലെ? ഡ്രിങ്കിങ് വാട്ടർ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ഫെസിലിറ്റി ആണ് അല്ലെ? സോ ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ് ഫെസിലിറ്റി. ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാതെ ഒരു വർക്ക് പ്ലേസിന് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? സോ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഓർ സാനിറ്ററി കൺവീനിയൻസ് എന്ന് പറയും. ഓക്കെ, സോ പിന്നെ നമുക്ക് എന്താണ്? ഒരു ഡൈനിങ് റൂം അല്ലെ, റെസ്റ്റിംഗ് ആൻഡ് ഈറ്റിംഗ് ഫെസിലിറ്റീസ് വേണം അല്ലെ? പിന്നെ എന്താ വേണ്ടത്? നമ്മുടെ വർക്കർ വെയർ ആൻഡ് കാഷ്വൽ വെയർ വെക്കാനുള്ള ലോക്കേഴ്സ് അല്ലെ? അക്കോമഡേഷൻ ഫോർ ക്ലോത്തിങ് അല്ലെ? വർക്കർ വെയർ, കാഷ്വൽ വെയർ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടും എന്താ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്പേസസ്. ദാറ്റ് ഇസ് ഡ്രസ്സിന്റെ ഷെൽഫിനെയാണ് പറയുന്നത് നമ്മൾ അക്കോമഡേഷൻ ഫോർ ക്ലോത്തിങ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? പിന്നെ വേറെന്താ വർക്ക് പ്ലേസിൽ എന്തായാലും കൊടുക്കേണ്ടത്? വാഷിംഗ് ഫെസിലിറ്റീസ് അല്ലെ? നമുക്ക് വാഷ് ചെയ്യാനുള്ള നമ്മുടെ മീൻസ് ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി, ഹാൻഡ് വാഷിംഗ് സ്റ്റേഷൻ ആവട്ടെ, അല്ലെങ്കിൽ ബോഡി കംപ്ലീറ്റ്ലി, ഇപ്പൊ കെമിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കംപ്ലീറ്റ്ലി ബോഡിയിൽ ചിലപ്പോൾ കെമിക്കൽസോ അങ്ങനെയുള്ള എക്സ്പോഷർ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവര് കംപ്ലീറ്റ്ലി മീൻസ് ഫ്രഷ് ആയതിനു ശേഷം മാത്രമേ അവർക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ. അത്രയും മീൻസ് അൺഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. സോ വാഷിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അക്കോർഡിംഗ് ടു ദ വർക്ക് പ്ലേസ് കണ്ടീഷൻസ്. ഓക്കെ, സോ വാഷിംഗ് ഫെസിലിറ്റീസ്. പിന്നെ വേറെ എന്തൊക്കെയാണ്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മിനിമം വെൽഫെയർ റിക്വയർമെന്റ് ദാറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ എ വർക്ക് പ്ലേസ്. എന്തൊക്കെയാണ്? ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഓർ സാനിറ്ററി കൺവീനിയൻസസ്, റെസ്റ്റിംഗ് ആൻഡ് ഈറ്റിംഗ് ഫെസിലിറ്റീസ്, പിന്നെന്താ നമ്മൾ പറഞ്ഞ വാഷിംഗ് ഫെസിലിറ്റീസ് അല്ലെ? അക്കോമഡേഷൻ ഫോർ ക്ലോത്തിങ് അല്ലെ? ഇതൊക്കെയാണ് ബേസിക് വർക്ക് പ്ലേസ് വെൽഫെയർ എന്താ കണ്ടീഷൻസ്. ഓക്കെ, വെൽഫെയർ ഫെസിലിറ്റീസ് അല്ലെ? എല്ലാവർക്കും ക്ലിയർ ആയോ? വെൽഫെയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ഇല്ലല്ലോ? ഹലോ, ക്ലിയർ അല്ലേ? അതെ അതെ. സോ ഇനി ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ ഹസാർഡ് എന്താണ്, ഇതിലുള്ള പ്രശ്നം എന്താ? ഓക്കെ, നമ്മൾ ഒരു വർക്ക് പ്ലേസ് ചൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊജക്ട് ചെയ്യുന്നത്. റിസ്ക് അസസ്മെന്റ് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? റിസ്ക് അസസ്മെന്റ് എന്താണ്? അതിന്റെ 5 സ്റ്റേജസ് പഠിച്ചോ എല്ലാവരും? 5 സ്റ്റേജസ് ഓഫ് റിസ്ക് അസസ്മെന്റ് പഠിച്ചോ? അത് ഏത് ഉറക്കത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് അസസ്മെന്റിന്റെ 5 സ്റ്റേജസ് കിട്ടണം. എന്തൊക്കെയാണ്? ഐഡന്റിഫൈ ദ ഹസാർഡ്, ഐഡന്റിഫൈ ദ പീപ്പിൾ അറ്റ് റിസ്ക്, ഇവാലുവേറ്റ് ദ റിസ്ക് ആൻഡ് ഡിസൈഡ് ഓൺ പ്രിക്കോഷൻസ്, പിന്നെന്താ? റെക്കോർഡ്, റിവ്യൂ അല്ലെ? സോ 5 സ്റ്റെപ്പേ ഉള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹസാർഡിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് അല്ലെ? സോ നമുക്ക് ഹസാർഡിനെ കണ്ടുപിടിച്ചാലേ ബാക്കി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. റിസ്കിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലെ? ആര് അഫക്റ്റഡ് ആവുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, കൺട്രോൾ മെഷേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലെ? ദെൻ വി ക്യാൻ ഓൺലി എന്താ പ്രിവെന്റ് ആക്സിഡന്റ്സ് ഓർ ഇൽ ഹെൽത്ത്. സോ ഈ വെൽഫെയറിൽ വരുന്ന ഹസാർഡ്സ് എന്തൊക്കെയാണ്? ഡ്രിങ്കിങ് വാട്ടർ. നമുക്ക് ആദ്യം ഡ്രിങ്കിങ് വാട്ടർ എടുക്കാം. ഒരു വർക്ക് പ്ലേസിൽ
ഓക്കെ, ഒരു 10 സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ്, 10 നില കെട്ടിടമാണെന്ന് വെക്കാം. 10 നില കെട്ടിടത്തിൽ ആകെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം വെള്ളം കൊടുത്തിട്ടുള്ളൂ, ഒരു ഡ്രിങ്കിങ് വാട്ടർ സ്റ്റേഷൻ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഒരു ചെറിയൊരു വാട്ടർ ക്യാൻ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ 10 ഫ്ലോർസിലും വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് മീൻസ് അവർക്ക് സഫീഷ്യന്റ് വാട്ടർ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, അവിടെ ഇൻസഫിഷ്യന്റ് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റേഷൻസ് ആണെന്നാണ് പറയാം. ചിലപ്പോൾ അൺഹൈജീനിക് ആയിട്ടുള്ള വാട്ടർ ക്യാൻസ് ആയിരിക്കും, പ്രോപ്പർ ഫിൽറ്റേർഡ് അല്ലെങ്കിൽ പ്രോപ്പർ ക്ലീൻ ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ എന്ത് ഹസാർഡാണ്? വെൽഫെയറിൽ വരുന്ന ഹസാർഡാണ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ ഹസാർഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഡ്രിങ്കിങ് വാട്ടറിൽ അൺഹൈജീനിക് ആയിട്ടുള്ളത് കൊടുക്കുക, ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് അൺഹൈജീനിക് എന്താ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റേഷൻ ആവാം, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താ ഇൻആക്സസിബിലിറ്റി, നമുക്ക് പ്രോപ്പർ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോ മീൻസ് പ്രോപ്പർ ആക്സസ് കൊടുക്കാതെ ഡ്രിങ്കിങ് വാട്ടറിന് എല്ലാവർക്കും ആക്സസിബിൾ അല്ല എന്നുണ്ടെങ്കിലും നമുക്കിത് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഹലോ, അപ്പൊ ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കുമ്പോൾ ദാറ്റ് ഷുഡ് ബി ആക്സസിബിൾ ടു എവറി വർക്കേഴ്സ് എന്താ ഇൻ എവറി ഫ്ലോർസ് ഇൻ എ വർക്ക് പ്ലേസ് അല്ലെ. വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഫ്ലോറിലും എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന രീതിയിൽ വേണം എന്താ ഈ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റേഷൻ കൊടുക്കാൻ. ഓക്കെ, ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഗ്ലാസസ് ആണോ, അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസസ് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോ ഫിൽറ്റേർഡ് വാട്ടർ ആവട്ടെ, ഇതൊക്കെ വർക്ക് പ്ലേസിൽ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഡ്രിങ്കിങ് വാട്ടർ പറഞ്ഞു. ഇനി സാനിറ്ററി കൺവീനിയൻസ് പറയാം. സാനിറ്ററി കൺവീനിയൻസ് മീൻസ് എന്താണ്? ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. വർക്ക് പ്ലേസിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് സഫീഷ്യന്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഓക്കെ, സെപ്പറേറ്റ്ലി ഫോർ മെൻ ആൻഡ് വുമൻ, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമല്ലേ? ഓക്കെ, ഇപ്പോ 200 വർക്കേഴ്സ് ഉള്ള ഒരു കമ്പനിയിൽ ആകെ ഒരു ടോയ്ലറ്റേ ഉള്ളെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ? വർക്കേഴ്സിന്റെ അവരുടെ കംഫർട്ടിനും അവരുടെ ഹെൽത്തിനും അത് ബാധിക്കില്ലേ? മനസ്സിലായോ? സോ നമ്മൾ വിചാരിക്കുന്ന ചെറിയ ചെറിയ ഇഷ്യൂസ് വരെ അതൊരു ഹസാർഡാണ്. ഓക്കെ, സാനിറ്ററി കൺവീനിയൻസ് അല്ലെങ്കിൽ വെൽഫെയറിൽ വരുന്ന ഹസാർഡാണ്. അതൊരു വെൽഫെയർ ഹസാർഡാണ്. വെൽഫെയർ കൊടുത്തിട്ടില്ല, ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റി വർക്കേഴ്സിന് കൊടുത്തിട്ടില്ല. മീൻസ് അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ്സ് നമ്മൾ സാധാരണ പറയാം. ഓക്കെ, ഒരു 50 വർക്കേഴ്സ് ഉള്ള ഒരു വർക്ക് മീൻസ് 50 വർക്കേഴ്സ് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ടോയ്ലറ്റ് എങ്കിലും കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ പറയാം. ഓക്കെ, ചില സ്ഥലങ്ങളിൽ അത് ഇപ്പോ ഒരു 20 വർക്കേഴ്സിന് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ടാവണം, അങ്ങനെയും പറയാറുണ്ട്. ഓക്കെ, സോ ആസ് പെർ സ്റ്റാൻഡേർഡ് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ്. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് അതിൽ ഉണ്ടാവണം. ഇനി വാഷിംഗ് ഫെസിലിറ്റീസ് ആണെങ്കിലോ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള വാഷ് ബേസിൻസ് അല്ലെങ്കിൽ ടവൽസ്, ഹോട്ട് ആൻഡ് കൂൾ വാട്ടർ ബക്കറ്റ്സ്, അല്ല ഇങ്ങനെ എന്തൊക്കെ ഫെസിലിറ്റീസ് അവിടെ ആവശ്യമുണ്ടോ ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവണം. ആൻഡ് പ്രോപ്പർ ഹൗസ് കീപ്പിംഗ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. ആൻഡ് ഈ ടോയ്ലറ്റ് ഫെസിലിറ്റീസിലാവട്ടെ വാഷിംഗ് ഫെസിലിറ്റീസിലാവട്ടെ പ്രോപ്പർ ലൈറ്റിംഗ്, പ്രോപ്പർ വെന്റിലേഷൻ അല്ലെ, ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് മീൻസ് ഇപ്പൊ ക്ലോത്തിങ്, അക്കോമഡേഷൻ ഫുൾ ഓഫ് ക്ലോത്തിങ്, അതേപോലെ വർക്കേഴ്സിന് ക്ലോത്തിങ് വെക്കാനുള്ള ഷെൽഫുകൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ടാവണം എന്ന് പറയാം. സോ ഇതൊക്കെ എന്താണ്? വെൽഫെയർ ഫെസിലിറ്റീസിൽ വരുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ ഹലോ, യെസ് 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 എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മളപ്പോ വെൽഫെയർ എന്താന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് വെൽഫെയർ ഹസാർഡ് എടുക്കാൻ അത്രയും സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ വർക്ക് പ്ലേസ്, നിങ്ങളിപ്പോ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആവാം, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ആവാം, ഒരു ഹോസ്പിറ്റൽ ആവാം, അല്ലെങ്കിൽ ഒരു ബോട്ട് യാർഡ് ആവാം, ഒരു വർക്ക്ഷോപ്പ് ആവാം, നിങ്ങൾക്ക് ഏത് വർക്ക് പ്ലേസ് വേണമെങ്കിലും എടുക്കാം. ഒരു 10 ഹസാർഡ് കണ്ടുപിടിക്കാനേ നമ്മുടെ വർക്കിലുള്ളൂ. ഓക്കെ, സോ ആ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഫെസിലിറ്റി, വെൽഫെയറിൽ വരുന്ന എന്തെങ്കിലും ഒരു ഫെസിലിറ്റിയിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഒരു പ്രോബ്ലം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഹസാർഡ് ആയിട്ട് എടുക്കാം. നമ്മൾ പറയുന്ന വർക്കറ്റ് ഹൈറ്റ്, കെമിക്കൽസ്, അല്ലെങ്കിൽ നോയ്സ്, വൈബ്രേഷൻ, ഇത് മാത്രമല്ല ഈ വെൽഫെയറിലെ ഇഷ്യൂസും എന്താണ്? ഹസാർഡ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ വെൽഫെയർ എല്ലാവർക്കും കിട്ടിയില്ലേ? വെൽഫെയർ എന്തായാലും എടുക്കാൻ പറ്റില്ലേ? മീൻസ് കോമൺ ഹസാർഡ് ആണ് അല്ലേ? ഇതെന്തായാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലേ? ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ വെൽഫെയർ ഹസാർഡ്. ഓക്കെ, ഈ സൂം യൂസർ ആരാണ്? ഹലോ, നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണോ? മീൻസ് മ്യൂട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പരിപാടിയിൽ വേറെ എന്തെങ്കിലും ചെയ്യാണോ? അല്ല, ക്ലാസ് കേൾക്കുന്നുണ്ട് മിസ്. കുറച്ച് പേര് മാത്രം റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. സൂം യൂസർ ആരാണെന്ന് ഇതുവരെ പറഞ്ഞേ ഇല്ല. അപ്പൊ സൂം യൂസർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്ലാസ് ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഓക്കെ,
അപ്പൊ ക്ലിയർ ആണല്ലോ? വെൽഫെയർ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ അപ്പൊ ആണ്. വെൽഫെയർ ഹസാർഡ് എന്തായാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കാരണം എല്ലാ വർക്ക് പ്ലേസിലും ഉള്ള മീൻസ് ബേസിക് ഫെസിലിറ്റീസ് കൊടുക്കണം എന്നുള്ളത് സ്റ്റാൻഡേർഡ് ആണ്. ആസ് പെർ ലീഗൽ സ്റ്റാൻഡേർഡ് ഈ ബേസിക് ഫെസിലിറ്റീസ് നമ്മൾ പറഞ്ഞ ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, വാഷിംഗ് ഫെസിലിറ്റീസ്, അക്കോമഡേഷൻ ഫോർ ക്ലോത്തിങ്, റെസ്റ്റിംഗ് ആൻഡ് ഈറ്റിംഗ് ഫെസിലിറ്റീസ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവണം. ഇപ്പൊ നമ്മൾ കേരളത്തിലെ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ വർക്കേഴ്സ് അല്ലെ, നമ്മൾ പറയുന്ന ഈ ബംഗാളീസ് എന്നൊക്കെ പറയില്ലേ, അവരൊക്കെ സാധാരണ ഈ ഫ്ലോറിൽ ഇരുന്ന് അത്രയും പൊടിയും ഡസ്റ്റും കെമിക്കൽസും ഇതൊക്കെ ഉള്ള സാധാരണ ഫ്ലോറിൽ ഇരുന്നായിരിക്കും അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്റ്റിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡൈനിങ് ഹാളോ അല്ലെങ്കിൽ ഡൈനിങ് റൂമോ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും നമുക്ക് കേരളത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഉണ്ടാവില്ല അല്ലെ. സോ റെസ്റ്റിംഗ് ആൻഡ് ഈറ്റിംഗ് ഫെസിലിറ്റീസ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അവിടെ കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവിടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ എന്താ ഇൻക്ലൂഡ് ഇൻ വെൽഫെയർ ഹസാർഡ്, വെൽഫെയർ ആൻഡ് വർക്കിംഗ് എൻവിയോൺമെന്റ്, അതാണ് കാറ്റഗറി നെയിം. ഓക്കെ, ഇനി അടുത്ത മീൻസ് ഇതിൽ തന്നെ വരുന്ന ഈ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ് വർക്കിംഗ് എൻവിയോൺമെന്റ്. എന്താണ് വർക്കിംഗ് എൻവിയോൺമെന്റ്? എൻവിയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താ? അപ്പൊ ആസ് പെർ നെബൂഷ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് എൻവിയോൺമെന്റ് ആണ്. അല്ലാണ്ട് എൻവിയോൺമെന്റ് എന്ന് പറയുമ്പോൾ എവറിത്തിങ് സറൗണ്ടസ് എന്ന് പറയില്ലേ, ലിവിങ് തിങ്സ്, വാട്ടർ, എയർ, അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ വർക്കിംഗ് എൻവിയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, എൻവിയോൺമെന്റ് ഇൻ വിച്ച് ദ വർക്ക് ഈസ് പെർഫോംഡ്, വർക്ക് എവിടെയാണോ നമ്മൾ ചെയ്യുന്നത് ആ വർക്കിംഗ് എൻവിയോൺമെന്റിനെയാണ് നമ്മൾ എന്താ ഇവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഇപ്പൊ ഞാനിപ്പോ ജസ്റ്റ് വീട്ടിലിരുന്നാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും മീൻസ് കുറച്ചു പേരൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ അവിടെ സഫീഷ്യന്റ് ലൈറ്റിംഗ് ഉണ്ടോ? നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് ലൈറ്റിംഗ് പ്രൊവൈഡഡ് ആണോ? ലൈറ്റിംഗ്. ഓക്കെ, പിന്നെ ഭയങ്കരമായിട്ടുള്ള മീൻസ് ചിലപ്പോ ഡസ്റ്റോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എയർ എന്താ പറയാ, നമ്മളിപ്പോ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവില്ലേ, നമുക്ക് ഒട്ടും ശ്വാസം വിടാൻ പോലും അത്രയും പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ, എയർ സർക്കുലേഷൻ ഇല്ലാതെ ഇരിക്കുന്നുണ്ടാവില്ലേ. സോ വെന്റിലേഷൻ, പ്രോപ്പർ വെന്റിലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, ആൻഡ് പിന്നെന്താ അവിടെ ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ആണ് ഉദ്ദേശിക്കുന്നത്. ടു കോൾഡ് അല്ലെങ്കിൽ ടു ഹോട്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഭയങ്കര ചൂടത്ത് അല്ലെങ്കിൽ ഭയങ്കര തണുപ്പത്താണോ വർക്കേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരുന്നത്? ഓക്കെ, ഇപ്പോ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ച് ഇപ്പോഴത്തെ എന്താ ഇപ്പൊ 40 എബവ് അല്ലെ, 40°C എബവ് ആണ് ഇപ്പോഴത്തെ മീൻസ് സമ്മർ സീസൺസിൽ നമ്മുടെ ഇവിടെ വരുന്ന ക്ലൈമറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ. അപ്പൊ അത്രയും ഹോട്ട് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ വർക്കേഴ്സിന് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ. അതായത് ഹീറ്റ് സ്ട്രെസ് ഉണ്ടാവും, ഹീറ്റ് എക്സോഷൻ ഉണ്ടാവും. ചിലർ മീൻസ് നമ്മൾ ന്യൂസിൽ കാണാറുണ്ട് ചിലർ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ. ഇത് ഹീറ്റ് സ്ട്രോക്ക് ആണ് സംഭവിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശരിക്കും ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 36 to 37°C ആണ്. നമ്മുടെ കംപ്ലീറ്റ് മെറ്റബോളിക് ആക്ഷൻസ് ഒക്കെ നടന്നു പോകുന്നത് 36 to 37°C. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ടെമ്പറേച്ചർ റൈസ് ആവുമ്പോൾ കംപ്ലീറ്റ്ലി എല്ലാ പരിപാടികളും മീൻസ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സംവിധാനങ്ങളും തെറ്റും. ആൻഡ് അത് ഹാലുസിനേഷൻ, കോമ അല്ലെങ്കിൽ ഈവൻ ഡെത്തിലോട്ട് വരെ, അതേപോലെ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഡെത്തിലോട്ട് വരെ ലീഡ് ചെയ്യും. മനസ്സിലായോ? സോ ഹീറ്റിംഗ്. ഓക്കെ, അപ്പൊ ഹീറ്റിംഗ് നമുക്ക് വേണ്ട മീൻസ് വേറെ സെപ്പറേറ്റ് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ പറയാണ്. സോ ഹീറ്റിംഗ് ഓക്കെ എൻവയോൺമെന്റിൽ പറയുന്ന ഒരു കാര്യമാണ്. വർക്കേഴ്സ് ഏത് ടെമ്പറേച്ചറിലാണ്, ഏത് മീൻസ് ഹീറ്റിംഗ് എൻവയോൺമെന്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. മോഡറേറ്റ് ഹീറ്റ് ആണോ, ഓർ എക്സ്ട്രീം ഹീറ്റ് ആണോ, അല്ലെങ്കിൽ എക്സ്ട്രീം കോൾഡ് ആണോ? ഓക്കെ, സോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹീറ്റിംഗ് എൻവയോൺമെന്റ് ആണ് മീൻസ് എക്സ്ട്രീം ഹോട്ട് എൻവയോൺമെന്റ് ആണെങ്കിൽ നിങ്ങളുടെ വർക്കിനെയും നിങ്ങളുടെ ഹെൽത്തിനെ അത് എഫക്ട് ചെയ്യും. അതേപോലെ എക്സ്ട്രീം കോൾഡ് എൻവയോൺമെന്റ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, സോ മോഡറേറ്റ് ലെവലിൽ ഇപ്പോൾ AC അല്ലെങ്കിൽ കൂളർ അല്ലെങ്കിൽ പ്രോപ്പർ ക്ലൈമറ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, സോ ലൈറ്റിംഗ് ഉണ്ടോ, വെന്റിലേഷൻ ഉണ്ടോ, ഹീറ്റ് ലെവൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ലെവൽ അവിടെ പ്രോപ്പർ ആണോ, സീറ്റിംഗ് പ്രോപ്പർ സീറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ, പ്രോപ്പർ അഡിക്വേറ്റ് എർഗണോമിക് ആയിട്ടുള്ള സീറ്റിംഗ് ആണോ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ആണോ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാം വെന്റിലേഷൻ അറിയാലോ, എയർ സപ്ലൈ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള എയർ സർക്കുലേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഡസ്റ്റ് ഇതിനെയൊക്കെ അവിടെ പ്രോപ്പർ ആയിട്ട് എന്താ കംപ്ലീറ്റ്ലി
എന്താ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ടോ. പിന്നെ വേണമെങ്കിൽ ഹ്യൂമിഡിറ്റി പറയാം, അതും എൻവയോൺമെന്റിൽ വരുന്ന ഒരു ഫാക്ടറാണ്. എന്താണ് ഹ്യൂമിഡിറ്റി? നിങ്ങൾക്ക് ഇപ്പൊ ദുബായിൽ അല്ലെങ്കിൽ UAE വർക്ക് ചെയ്യുന്നവർക്ക് ഹ്യൂമിഡിറ്റി എന്താണെന്ന് അറിയാൻ പറ്റും അല്ലെ? അതായത് വാട്ടർ കണ്ടന്റ് ഇൻ എയർ. നമ്മൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ വേർക്കണം എന്നില്ല, പക്ഷെ നമുക്ക് ഭയങ്കര എന്താ ഇങ്ങനെ പുഴുങ്ങിയൊരു അവസ്ഥയിലായിരിക്കും നമ്മുടെ ബോഡി ഉണ്ടാവുക. ഓക്കെ, ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ അങ്ങനെയാണ്. സോ ഹ്യൂമിഡിറ്റി, അത് എക്സ്ട്രീം ഹോട്ട് എൻവയോൺമെന്റ് വർക്ക് ചെയ്യുമ്പോഴാണ്, മീൻസ് അങ്ങനെയുള്ള ഏരിയാസിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഹ്യൂമിഡിറ്റിയും കൂടി ഉണ്ടാവുക. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് വർക്കിംഗ് എൻവയോൺമെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ്, അതിപ്പോ ഒരു സ്റ്റീൽ ഫിക്സർ ആവാം, അല്ലെങ്കിൽ ഒരു പെയിന്റർ ആവാം, അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫ് ആവാം. ഓക്കെ, ആരാണെങ്കിലും ഈ ഏത് ടൈപ്പ് ഓഫ് വർക്കേഴ്സ് ആണെങ്കിലും ഏത് ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവർ ഏതെങ്കിലും മീൻസ് വർക്കിംഗ് എൻവയോൺമെന്റ് അവർക്ക് മീൻസ് മോശമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അവിടെ പ്രോപ്പർ വെന്റിലേഷൻ ഇല്ല, പ്രോപ്പർ ലൈറ്റിംഗിലല്ല അവർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ എന്താ മോഡറേറ്റ് ഹീറ്റ് ലെവലിലല്ല അവർ വർക്ക് ചെയ്യുന്നത്, ഹോട്ട് എൻവയോൺമെന്റിലല്ല, അല്ലെങ്കിൽ പ്രോപ്പർ ടെമ്പറേച്ചർ ലെവലിലല്ല അവർ വർക്ക് ചെയ്യുന്നത്, പ്രോപ്പർ സീറ്റിംഗ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വർക്കിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇത് ഉൾപ്പെടുത്താം. ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ ആണോ? Yes, miss. Yes. ഓക്കെ, സോ ഇതാണ് ഈ കാറ്റഗറിയാണ് നമ്മൾ സാധാരണ പറയുക വെൽഫെയർ ആൻഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഒബ്സർവേഷൻ നിങ്ങൾക്ക് എന്തായാലും പ്രൊജക്റ്റിലൊക്കെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ വരുന്ന ഒരു എക്സെപ്ഷണൽ മീൻസ് ഒരു പോർഷൻ ഞാൻ ഒന്നുകൂടി സെപ്പറേറ്റ് ആയിട്ട് പറയാം. അതായത് വർക്കിംഗ് ഇൻ എക്സ്ട്രീം ഹോട്ട് എൻവയോൺമെന്റ് ആൻഡ് വർക്കിംഗ് ഇൻ എക്സ്ട്രീം കോൾഡ് എൻവയോൺമെന്റ്. അതായത് എക്സ്ട്രീം ഹോട്ട് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എബവ് എന്താ 35°C അല്ലെങ്കിൽ എബവ് 40°C എന്നൊക്കെ പറയുമ്പോൾ എക്സ്ട്രീം ഹോട്ട് എൻവയോൺമെന്റ് വർക്കേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഫീൽ ചെയ്യുക, ഇപ്പൊ നമ്മൾ തന്നെ ഒരു മാർച്ച് ഏപ്രിൽ ആ ടൈമില് മീൻസ് ആഫ്റ്റർനൂൺ ഒരു 2 മണിക്കൊക്കെ വെയിലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന എന്തൊക്കെയാ, നമ്മൾ ഭയങ്കരമായിട്ട് എന്താ വിയർക്കും അല്ലെ? അതിനാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയാം അല്ലെ? ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ വാട്ടർ ലോസ് ബൈ സ്വെറ്റിംഗ് അല്ലെ? പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും എന്താ സോൾട്ട് ലോസ് ബൈ സ്വെറ്റിംഗ്, അതായത് മസിൽ ക്രാംസ് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ടുള്ള ബോഡി ഏക്ക്, ഭയങ്കര ക്ഷീണം തോന്നും, നമുക്ക് തലവേദന എടുക്കാൻ തുടങ്ങും അല്ലെ? അത് ഹീറ്റ് സ്ട്രെസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ഇതൊക്കെ ഹീറ്റ് സ്ട്രെസ്സിന്റെ ഒരു എഫക്റ്റ് ആണ്. അത് കഴിഞ്ഞ് ഹീറ്റ് എക്സോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും, കംപ്ലീറ്റ്ലി ടയേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് എന്താ ഹീറ്റ് സ്ട്രോക്കിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കംപ്ലീറ്റ്ലി പോവും, മീൻസ് കംപ്ലീറ്റ്ലി റൈസ് ആവാൻ തുടങ്ങും. അങ്ങനെ എന്താ മീൻസ് കോമ, ഹാലുസിനേഷൻ അല്ലെ, ഇതിലോട്ടൊക്കെ പോവാം. ആൻഡ് ഈവൻ ഡെത്ത് വരെ ഹീറ്റ് സ്ട്രോക്കിൽ സംഭവിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എക്സ്ട്രീം ഹോട്ട് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നത് അത് ചിലപ്പോൾ ക്ലൈമറ്റിന്റെ ഇഷ്യൂസ് കൊണ്ടാവാം, മീൻസ് ഹോട്ട് ക്ലൈമറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാവാം. അതല്ലെങ്കിൽ മീൻസ് നമ്മളിപ്പോ ബ്ലാസ്റ്റ് ഫർണസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഹോട്ട് വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടാവില്ലേ? ഇപ്പോ നമ്മളിപ്പോ എക്സ്ട്രീം ഹോട്ട് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യേണ്ട രീതിയിലുള്ള പലതരത്തിലുള്ള കെമിക്കൽ ഇൻഡസ്ട്രീസ് ഒക്കെ, ബ്ലാസ്റ്റ് ഫർണസ് പോലെയുള്ള ഏരിയാസ്, ലേത്ത് അല്ലെങ്കിൽ എക്സ്ട്രീം ഹോട്ട് ടെമ്പറേച്ചറിലൊക്കെ സ്റ്റീൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ എക്സ്ട്രീം ഹോട്ട് എൻവയോൺമെന്റിലായിരിക്കും വർക്കേഴ്സ് വർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലും ഈ ഹീറ്റ് റേഡിയേറ്റ് ചെയ്ത് ഇതുപോലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, മസിൽ ക്രാംസ് ഉണ്ടാവും, ഹീറ്റ് സ്ട്രെസ് ഉണ്ടാവും, ഹീറ്റ് എക്സോഷൻ ഉണ്ടാവും, ആൻഡ് ഈവൻ ഹീറ്റ് സ്ട്രോക്ക് വിൽ ബി റിസൾട്ട്. ഹീറ്റ് സ്ട്രോക്ക് ആണ് മീൻസ് ഡെത്തിലേക്ക് വരെ ലീഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങളൊരു ഹോട്ട് എൻവയോൺമെന്റ്, അതായത് വർക്കിംഗ് എൻവയോൺമെന്റിൽ തന്നെ ഹോട്ട് എൻവയോൺമെന്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി വർക്കേഴ്സ് ആർ വർക്കിംഗ് നിയർ ബ്ലാസ്റ്റ് ഫർണസ്, അല്ലെങ്കിൽ നിയർ അല്ലെങ്കിൽ വർക്കിംഗ് ഇൻ എ മീൻസ് ഹോട്ട് വർക്കിംഗ് എൻവയോൺമെന്റ് വിച്ച് ഈസ് അബവ് 40°C. അപ്പൊ അങ്ങനെ നമ്മളൊരു ഒബ്സർവേഷൻ പറയുകയാണ്, അല്ലെങ്കിൽ ഓപ്പൺ ക്ലൈമറ്റിൽ മീൻസ് ഓപ്പൺ ഏരിയയിൽ വർക്കേഴ്സ് അത്രയും സ്കോച്ചിങ് സണ്ണിൽ ഒരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഒബ്സർവേഷനിലായിട്ട് പറയാം. ഏത് വർക്കേഴ്സ്, ഇപ്പൊ പെയിന്റേഴ്സ് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ അത്രയും ഹോട്ട് സണ്ണിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഹോട്ട് എൻവയോൺമെന്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒബ്സർവേഷൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി എക്സ്ട്രീം കോൾഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ഇൻ എക്സ്ട്രീം കോൾഡ് എൻവയോൺമെന്റ്, ഇത് നമുക്ക് എല്ലായിടത്തും ഉണ്ടാവണം എന്നില്ല.
ഓക്കെ. ഇപ്പൊ കാനഡ പോലുള്ള ഏരിയ, യൂറോപ്യൻ കൺട്രീസ്, അല്ലെ ഫിൻലാൻഡ്, അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ എക്സ്ട്രീം കോൾഡ് എൻവയോൺമെന്റ് ആയിരിക്കും. അതായത് 0 ഡിഗ്രി മീൻസ് നമ്മളിപ്പോ ബിലോ 10 ഡിഗ്രി സെൽഷ്യസ് വരെ വരുന്ന, അതായത് 0 ഡിഗ്രി സെൽഷ്യസ് -25 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ വരുന്ന അത്രയും എക്സ്ട്രീം കോൾഡ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ആദ്യം തന്നെ ഹൈപ്പോതെർമിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹൈപ്പോതെർമിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബോഡി ടെമ്പറേച്ചർ നേരെ കുറഞ്ഞു പോകും. ഓക്കെ. ഇപ്പൊ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഹോട്ട് എൻവയോൺമെന്റിൽ എന്താണ് 37 കൂടിയാണ് വരിക. ഈ കോൾഡ് എൻവയോൺമെന്റിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നേരെ കുറഞ്ഞു വരും. ഓക്കെ. സോ അത് നമുക്ക് പറയാം എന്താ, ഈ വർക്ക് പ്ലേസിൽ കോൾഡ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. അപ്പൊ ഹൈപ്പോതെർമിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കോമ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എക്സ്ട്രീം ഷിവറിങ് ആൻഡ് എന്താ ഹാലുസിനേഷൻ ആൻഡ് ഈവൻ ഡെത്ത് മൈറ്റ് ബി ഹാപ്പൻ എന്ന് പറയും. പിന്നെയുള്ള സംഭവം എന്ന് പറയുമ്പോൾ ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടാവും. ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടിഷ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് ഫ്രോസൺ ആയി ടിഷ്യൂസിന് ഉണ്ടാവുന്ന ഡാമേജ് ആണ് നമ്മൾ ഫ്രോസ്റ്റ് ബൈറ്റ് പറയാ. അത് കഴിഞ്ഞ് പിന്നെ അത് കൂടാണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ മീൻസ് എക്സ്പോസ്ഡ് ആവുന്ന എക്സ്ട്രീം കോൾഡ് എൻവയോൺമെന്റിൽ എക്സ്പോസ്ഡ് ആവുന്ന ഫിംഗേഴ്സ്, യൂഷ്വലി ഫിംഗേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഈ ഫിംഗേഴ്സ് ഒക്കെ ചിലപ്പോൾ ഒരു ഗ്ലൗസ് ഒന്നും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഭാഗം ഭയങ്കരമായിട്ട് എന്ത് പറ്റും, ടെമ്പറേച്ചർ ഈ കോൾഡ് എൻവയോൺമെന്റിൽ അതിങ്ങനെ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഡെഡ് സെൽസ് ആയിട്ട് മാറും. ഡെഡ് സെൽസ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ എന്താ ബ്ലാക്ക് കളറായിട്ട് മാറും. അതിങ്ങനെ കട്ട് ചെയ്ത് പോകും. ലാസ്റ്റത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് പോകും. എന്താ പറയാ, ആംബ്യൂട്ടേഷൻ എന്ന് പറയും. ഓക്കെ. നെക്രോസിസ്, അങ്ങനെ ഗാംഗ്രീൻ, അതിന്റെ ഓരോ മെഡിക്കൽ ടേംസ് ഉണ്ട്. ലാസ്റ്റത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആംബ്യൂട്ടേഷൻ ആണ്. ഈ ബ്ലാക്ക് കളേർഡ് ആവും നമ്മുടെ ഫിംഗേഴ്സ് ഒക്കെ. അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് പോകും, അതായത് കംപ്ലീറ്റ്ലി ഡെഡ് സെൽസ് ആയിട്ട് പോകും. ഓക്കെ. സോ അതിനെ നമ്മൾ എന്താ ആംബ്യൂട്ടേഷൻ എന്ന് പറയും. ഓക്കെ. നെക്രോസിസ് അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ടേംസ് ഉണ്ട്. സോ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള എക്സ്ട്രീം കോൾഡ് എൻവയോൺമെന്റിൽ വരുന്ന എഫക്റ്റും ഉണ്ട്. അത് കൂടാതെ പിന്നെ വരുന്നത് നമുക്ക് ഫ്രീസ് ബേൺസ്. നമ്മളിപ്പോ എന്തെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ പൊള്ളുന്നത് പോലെ, ബേൺസ് ഉണ്ടാവുന്നത് പോലെ അത്രയും ഫ്രീസ് ആയിട്ടുള്ള മീൻസ് ഏരിയാസിൽ കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ പൊള്ളലേൽക്കും. അതിനെയാണ് നമ്മൾ ഫ്രീസ് ബേൺസ് എന്ന് പറയാം. ഫ്രീസ് ബേൺസ് മനസ്സിലായല്ലോ? അതായത് ഹോട്ട് ഓബ്ജക്റ്റിൽ നമുക്ക് എന്തെങ്കിലും കോണ്ടാക്ട് വന്നാൽ നമ്മുടെ കൈകള് അല്ലെങ്കിൽ ബോഡി പാർട്സ് പൊള്ളലേൽക്കില്ലേ? അതേപോലെ കോൾഡ് ഓബ്ജക്ട്സിൽ, എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള ഓബ്ജക്ട്സിൽ കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേൺസ് അനുഭവപ്പെടും. ഇതിനെയാണ് നമ്മൾ ഫ്രീസ് ബേൺ എന്ന് പറയാം. ഓക്കെ. അതുപോലെ ഫ്രീസ് ബേൺസ് ഉണ്ടാവാം. ഓക്കെ. പിന്നെ ഇതുപോലെ എന്താ പലതരത്തിലുള്ള ഭയങ്കര ബോഡി ഭയങ്കര വീക്ക് ആയിട്ട് തോന്നാം. മീൻസ് പിന്നെ ഫ്രീസ്, നമ്മളിപ്പോ ഭയങ്കര ഫ്രീസിങ് രീതിയിലുള്ള എക്സ്ട്രീം ഷിവറിങ് ആവാം. അത് കൂടാതെ പിന്നെ നമുക്ക് പറയാം ഈ സ്ലിപ്പ് ഹസാർഡ്, ഐസി ഫ്ലോർ ഒക്കെ ആവുമ്പോൾ സ്ലിപ്പ് ഹസാർഡും അവിടുത്തെ മെയിൻ ഹസാർഡ് ആയിട്ട് പറയാം. അപ്പൊ എക്സ്ട്രീം കോൾഡ് എൻവയോൺമെന്റിൽ നമുക്ക് മേ ബി എടുക്കേണ്ട വരില്ല. അത് വർക്ക് പ്ലേസിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ. ഹോട്ട് എൻവയോൺമെന്റ് നിങ്ങൾക്ക് എന്തായാലും എടുക്കാം. ഇപ്പൊ UAE-ലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത്യാവശ്യം അവിടെ ഹോട്ട് എൻവയോൺമെന്റ് ആയിരിക്കും അല്ലെ? സോ നിങ്ങൾക്ക് അവിടെ വർക്കേഴ്സ് ഏതെങ്കിലും മീൻസ് ഫോർ ലോങ് ഡ്യൂറേഷൻ ഹോട്ട് വർക്കിംഗ് അല്ലെങ്കിൽ ഹോട്ട് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. ഓക്കെ. ക്ലിയർ അല്ലേ? അപ്പൊ ഹെൽത്ത് വേണ്ട, വെൽഫെയർ ആൻഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. ഓക്കെ. നേരത്തെ ഈ കാറ്റഗറി ഹെൽത്ത്, വെൽഫെയർ, വർക്കിംഗ് എൻവയോൺമെന്റ് എന്നായിരുന്നു. ഇപ്പൊ അത് നമ്മള് വെൽഫെയർ ആൻഡ് വർക്കിംഗ് എൻവയോൺമെന്റ് എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ വെൽഫെയറിലെ കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ. വർക്കിംഗ് എൻവയോൺമെന്റിലെ കാര്യങ്ങളും ഇതിൽ തന്നെ പറയാം. ഓക്കെ. ഒരുമിച്ച് പറയണമെന്നില്ല, നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പറയാം. അപ്പൊ വെൽഫെയർ ക്ലിയർ അല്ലേ? ആക്സസ് ടു ബേസിക് ഫെസിലിറ്റീസ് ഫോർ വർക്കേഴ്സ് കംഫർട്ട്. വർക്കേഴ്സിന്റെ കംഫർട്ടിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ബേസിക് ഫെസിലിറ്റീസ് ആണ് ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അല്ലെ, വാഷിംഗ് ഫെസിലിറ്റീസ്, അക്കോമഡേഷൻ ഫോർ ക്ലോത്തിങ്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ വർക്ക് പ്ലേസിൽ കൊടുക്കേണ്ട ബേസിക് ഫെസിലിറ്റീസ്. ഇതിൽ എന്തെങ്കിലും കുറവുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്, ഡാമേജ്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആണ്, ഡ്രിങ്കിങ് വാട്ടർ പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നില്ല, റെസ്റ്റിംഗ് ഈറ്റിംഗ് ഫെസിലിറ്റീസ് അവിടെ ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് വെൽഫെയർ കണ്ടീഷനിലുള്ള ഇഷ്യൂസ് ആയിട്ട് പറയാം. ഓക്കെ. വെൽഫെയർ എല്ലാവർക്കും കിട്ടിയല്ലോ. ഇനി അടുത്തത് വർക്കിംഗ് എൻവയോൺമെന്റ്. നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ഏരിയയിൽ ലൈറ്റിംഗ് ഉണ്ടോ, വെന്റിലേഷൻ ഉണ്ടോ, ഫ്രഷ് എയർ സപ്ലൈ, അതായത് വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ ഫ്രഷ് എയർ സപ്ലൈ ഉണ്ടോ, പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് ആണോ, മോഡറേറ്റ് ടെമ്പറേച്ചർ ആണോ, എക്സ്ട്രീം ഹോട്ട് ആണെങ്കിലും പ്രശ്നമാണ്, എക്സ്ട്രീം കോൾഡ് ആണെങ്കിലും പ്രശ്നമാണ്. ഓക്കെ. അപ്പൊ അത് പറയാം. പിന്നെ സീറ്റിംഗ് ഉണ്ടോ,
ഓക്കെ. ഹ്യൂമിഡിറ്റി ഓക്കെ ആണോ, ഇപ്പൊ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഓക്കെ ആണോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. ഓക്കെ അല്ലേ? ഹലോ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാറ്റഗറി അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് അല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും മീൻസ് മനസ്സിലാവാതില്ലല്ലോ? അപ്പൊ ഇത് എന്തായാലും ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സ്ലിപ്പ് ആൻഡ് ട്രിപ്പ് ആണെങ്കിലും ഇപ്പൊ പറഞ്ഞ വെൽഫെയർ എൻവയോൺമെന്റിൽ വരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഇതിന്റെ കൺട്രോൾസ് ആയിട്ട് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അൺഹൈജീനിക് ആയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്തൊക്കെ കൺട്രോൾസ് കൊടുക്കാം? അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഹൗസ് കീപ്പിംഗ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് സ്റ്റാഫിന് കൊടുക്കാം അല്ലെ? പിന്നെ നമുക്ക് എന്താ ചെയ്യാം? സഫീഷ്യന്റ് നമ്പർ ഓഫ് ടോയ്ലറ്റ്സ് ഇല്ലെങ്കിൽ സഫീഷ്യന്റ് നമ്പർ ഓഫ് ടോയ്ലറ്റ്സ് അവിടെ കൺസ്ട്രക്ട് ചെയ്യാം അല്ലെ? അവിടെ പ്രൊവൈഡ് സഫീഷ്യന്റ് നമ്പർ ഓഫ് ടോയ്ലറ്റ്സ് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് പീപ്പിൾ അല്ലെ, നമ്പർ ഓഫ് വർക്കേഴ്സ് വർക്കിംഗ് അല്ലെ? വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള നമ്പർ ഓഫ് ടോയ്ലറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളത് പറയാം അല്ലെ? പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ ചില വർക്ക് ഏരിയാസിൽ പോർട്ടബിൾ ടോയ്ലറ്റ്സ് ആയിരിക്കും. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്റ്റിന് നമുക്കാണെങ്കിൽ പോർട്ടബിൾ ടോയ്ലറ്റ്സ് അറേഞ്ച് ചെയ്യാന്നുള്ളത് പറയാം. ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ, ഹൗസ് കീപ്പിംഗ് ഇൻസ്പെക്ഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ഇൻസ്പെക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ വർക്കേഴ്സ് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഹൗസ് കീപ്പിംഗ് ഓക്കെ ആണെന്നുള്ളത് എൻഷുർ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ഇങ്ങനെ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട എല്ലാ കണ്ടീഷനും, അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ, അല്ലെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട മീൻസ് നമ്പർ ഓഫ് വാഷിംഗ് ക്ലോസറ്റ്, അല്ലെങ്കിൽ അവിടെ എല്ലാ കൊടുക്കേണ്ട അറേഞ്ച്മെന്റ്സ് ഓക്കെ ആണോ എന്നുള്ളത്, മിനിമം സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക അല്ലെ? ഹൗസ് കീപ്പിംഗ് പ്രാക്ടീസസ് അവിടെ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് റെജിം അവിടെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെ കൺട്രോൾ മെഷർ ആണ്. ഓക്കെ, അപ്പോ നമ്മൾ കൺട്രോൾസ് കൊടുക്കുമ്പോൾ അവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് കൺട്രോൾസിൽ വരേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ മിസ്. ഓക്കെ ആണ് മാം. സോ ഇനി അടുത്തത്, ഇനി നമുക്ക് നെക്സ്റ്റ് കാറ്റഗറീസിലേക്ക് പോവാം. അതായത് അടുത്ത ടോപ്പിക് നോയ്സ്. നിങ്ങൾ നോയ്സ് എന്താന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, എന്റെ സൗണ്ട് നിങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? സോ സൗണ്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്ലസന്റ് ആയിട്ടുള്ള നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഓക്കെ ആയിട്ടുള്ള സൗണ്ട് ലെവൽസ് നമുക്കറിയാം. നോയ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ട് ആണ്. അൺവാണ്ടഡ് അല്ലെങ്കിൽ ഡിസ്ട്രപ്റ്റീവ് നോയ്സിന് സൗണ്ടിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയാം. വിച്ച് ഈസ് മോർ ദാൻ എന്താ പർട്ടിക്കുലർ ഡെസിബൽ ലെവൽ. നമ്മൾ സൗണ്ട് അളക്കുന്നത് ഡെസിബലിലാണ്. ഇപ്പൊ ഒരു 85 to 90 ഡെസിബലിനേക്കാളും കൂടുതലായിട്ടുള്ളത് നമ്മുടെ ഹിയറിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ചെവികൾക്ക് ഭയങ്കര ഡാമേജ് ആയിട്ടുള്ളതാണ്, ഡാമേജ് വരുത്തുന്നതാണ് എന്ത് നമ്മുടെ ഈ നോയ്സ് ലെവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് മോർ ദാൻ 90 ഡെസിബൽ. 90 ഡെസിബലിന് കൂടുതലാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ഓക്കെ, ആസ് പെർ പല പല സ്റ്റാൻഡേർഡിൽ പല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സാധാരണ 85 ഡെസിബലിന് എബോവ് അല്ലെങ്കിൽ 90 ഡെസിബൽ. ഓക്കെ, 90 ഡെസിബലിന് എബോവ് ആയിട്ട് വരുന്ന കണ്ടീഷൻസ് എല്ലാം നമുക്ക് പറയാം. ഓക്കെ, സോ ഇഫ് എ സിമെന്റ് മിക്സർ, നമുക്കിപ്പോ എല്ലായിടത്തും നമ്മൾ കോമൺലി കണ്ടിട്ടുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ കാണുമ്പോൾ എന്താണ്? സിമെന്റ് മിക്സർ മേക്കിംഗ് ലൗഡ് നോയ്സ് അല്ലെ? അല്ലെങ്കിൽ ജനറേറ്റർ പ്രൊഡ്യൂസിങ് ലൗഡ് നോയ്സ്. പഴയ ജനറേറ്റർ ഒക്കെ ആണെങ്കിൽ എന്തായാലും അത്രയും ലൗഡ് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? സോ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഇവിടെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ ഞാൻ പറയുന്നേ? ഇല്ല. പറ്റുമോ? ഇല്ല. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ നോയ്സ് എന്ന് പറയുമ്പോൾ അൺവാണ്ടഡ് അല്ലെങ്കിൽ അൺപ്ലസന്റ് സൗണ്ട് എന്താണ്? വിച്ച് ഈസ് മോർ ദാൻ എന്താ 90 ഡെസിബൽ ലെവൽ. നമുക്കിപ്പോ 90 ഡെസിബൽ തന്നെ കോമൺ ആയിട്ട് പറയാം. സോ 90 ഡെസിബൽ ലെവലിനേക്കാളും കൂടുതലായിട്ട് വരുന്ന നോയ്സ് ലെവൽസിനെയാണ് നമ്മൾ അത്രയും അൺവാണ്ടഡ് നോയ്സ് ആയിട്ട് പറയുന്നത്. സോ എനി കൈൻഡ് ഓഫ് മെഷീനറീസ്, എനി കൈൻഡ് ഓഫ് വർക്ക് പ്ലേസ് ആക്ടിവിറ്റീസ് ഓക്കെ കോസിങ് ലൗഡ് നോയ്സ് നമുക്ക് എന്ത് പറയാം? ലൗഡ് നോയ്സ് കോസ് ചെയ്യുന്ന ഹസാർഡ്സ് ആയിട്ട് പറയാം. ഓക്കെ, ഇപ്പൊ സിമെന്റ് മിക്സർ ആണെങ്കിൽ സിമെന്റ് മിക്സർ പറയാം, അല്ലെങ്കിൽ ജനറേറ്റർ ആണെങ്കിൽ ജനറേറ്റർ പറയാം, ജാക്ക് ഹാമർ ആണെങ്കിൽ ജാക്ക് ഹാമർ പറയാം, ഡ്രില്ലിംഗ് മെഷീൻ ആണെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ പറയാം. അത്രേ ഉള്ളൂ. ഓക്കെ, എന്താണോ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് നോയ്സ് ഹസാർഡ്. സിമ്പിൾ. ഓക്കെ, അപ്പൊ അത് ഹസാർഡ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നിങ്ങളുടെ ഏത് വർക്ക് പ്ലേസിലാണോ ആ വർക്ക് പ്ലേസിൽ ഏതെങ്കിലും ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൗഡ് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ നമുക്കത് ചൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനിയിപ്പോ അങ്ങനെയുള്ള ലൗഡ് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഇല്ല, നിങ്ങൾക്ക് എടുക്കണ്ട.
ഓക്കെ, നമുക്ക് 21 കാറ്റഗറീസ്, അത്രയും കൂടുതൽ കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാ കാറ്റഗറീസും നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന എല്ലാ കാറ്റഗറീസും മീൻസ് പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നമുക്കൊരു ബേസിക് അവയർനെസ് വേണം. ഏതാണ് ഹസാർഡ്, നോയ്സ് ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നോയ്സ് കൊണ്ട് എന്താണ് പ്രോബ്ലം ഉണ്ടാവുന്നത്? വാട്ട് ആർ ദ നോയ്സ് മീൻസ് വാട്ട് ആർ ദ ഹെൽത്ത് എഫക്ട് ഡ്യൂ ടു ലോങ് ടൈം എക്സ്പോഷർ ടു ഹൈ ലെവൽ നോയ്സ്? എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും? ആ, പറഞ്ഞോളൂ ആദിൽ. ഹിയറിംഗ് പ്രോബ്ലം ഉണ്ടാവുന്നതാണ്. യെസ്, ഹിയറിംഗ് പ്രോബ്ലം. നമ്മൾ ഹിയറിംഗ് പ്രോബ്ലം കറക്റ്റ് ആണ്, പക്ഷെ നമ്മൾ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയണം. ഓക്കെ, നെബോഷില് പ്രത്യേകിച്ചും അതിന്റെ കോൺസിക്വൻസ് അവർ ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഡിസീസസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാർക്ക് തരില്ല സെക്കൻഡ് കോളം അല്ലെങ്കിൽ കോൺസിക്വൻസ് പറയുമ്പോൾ. അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് എന്ത് ഡിസീസ് എന്നുള്ളതിന്റെ ടേം പറയണം. നമുക്ക് നോയ്സിൽ ടെമ്പററി ആയിട്ടും എന്താ പെർമനന്റ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാവും. ടെമ്പററി എന്ന് പറയുമ്പോൾ എക്സ്പോഷർ ടു ലൗഡ് നോയ്സ് മീൻസ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, അതായത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാത്രം നമുക്ക് ലൗഡ് നോയ്സ് കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ ഡെയിലി ലൈഫിൽ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, ചെവി ഇങ്ങനെ എന്താ ചെവി അടഞ്ഞ സൗണ്ട് എന്നൊക്കെ പറയില്ലേ, ചെവി അടഞ്ഞു പോയി എന്നൊക്കെ പറയില്ലേ, ഭയങ്കരമായിട്ട് പിന്നെ നമുക്കൊന്നും ഒരു 2 മിനിറ്റത്തേക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ ടെമ്പററി ഹിയറിംഗ് ലോസ് എന്ന് പറയാം. അത് കുറച്ച് സമയം മാത്രമേ നമുക്ക് ആ നോയ്സ് കിട്ടിയിട്ടുള്ളൂ. ഇതിനെയാണ് ടെമ്പററി ഹിയറിംഗ് ലോസ് എന്ന് പറയാം. ഇനി ഇതേപോലെ തന്നെ ഭയങ്കര ലൗഡ് നോയ്സിൽ നമ്മളൊരു 10 മിനിറ്റ് നിന്നു, അപ്പൊ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്ന ഒരു സൗണ്ട് കേൾക്കും ഇല്ലേ? ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും, കുറച്ചു നേരത്തേക്കെങ്കിലും? ഇതിനെയാണ് ടെമ്പററി റിംഗിങ് ഇൻ ഇയേഴ്സ് എന്ന് പറയാം, മുഴക്കം ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോ അതിന് ടിനിറ്റസ് എന്നും കൂടി ഒരു ടേം പറയും, ടിനിറ്റസ്. ഓക്കെ, ടെമ്പററി ഹിയറിംഗ് ലോസ് ആൻഡ് ടെമ്പററി റിംഗിങ് ഇൻ ഇയേഴ്സ് അല്ലെങ്കിൽ ടെമ്പററി ത്രെഷോൾഡ് ഷിഫ്റ്റ്, ഇതൊക്കെ അതിന്റെ ടേംസ് ആണ്. ഈ ഡിസീസസ് നമ്മൾ സാധാരണ പറയുന്ന ടേംസ് ആണ്, ഇങ്ങനെ തന്നെ കൊടുക്കണം. ഇനി when a worker is exposed to loud noise more than 10 years, ഒരു 10 years അവരിങ്ങനെ 100 decibel സൗണ്ട് ഇങ്ങനെ ഡെയിലി കേട്ടോണ്ടിരിക്കുകയാണ് വിത്തൗട്ട് എനി ഹിയറിംഗ് പ്രൊട്ടക്ഷൻ, അവർക്ക് എന്തുണ്ടാവും? അവർക്ക് കംപ്ലീറ്റ്ലി പെർമനന്റ് ഹിയറിംഗ് ലോസ് ഉണ്ടാവും. പെർമനന്റ് ഹിയറിംഗ് ലോസ് എന്ന് പറയുമ്പോൾ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്നാണ് പറയുക അതിന്. നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ്, NIHL. ഓക്കെ, മനസ്സിലായോ? നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ്. അപ്പോ അതെന്ന് പറയുമ്പോൾ പെർമനന്റ്ലി കംപ്ലീറ്റ്ലി ഹിയറിംഗ് മെക്കാനിസം അവിടെ ഡാമേജ്ഡ് ആവും. നമ്മുടെ ചെവിയിലുള്ള കോക്ലിയ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ഓക്കെ, ഒരൊച്ച പോലെ ഇരിക്കുന്ന, നമ്മൾ 10th അതിന്റെ പാർട്ടൊക്കെ വരച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ കോക്ലിയയിലുള്ള ഹെയർ സെൽസ് ഉണ്ട്. ഈ ഹെയർ സെൽസ് ആണ് നമുക്ക് കേൾക്കുന്ന വൈബ്രേഷൻ ബ്രെയിനിലോട്ട് എത്തിക്കുന്നത്. ആ ഹെയർ സെൽസ് ഫുള്ള് ഡാമേജ് ആയി പോകും. ഇത്രയും വലിയ വൈബ്രേഷൻസ് മീൻസ് നോയ്സ് കൊണ്ട് കംപ്ലീറ്റ്ലി ആ സെൽസ് ഡാമേജ് ആയി പോകും. അത് പിന്നെ റീജനറേറ്റ് ചെയ്യില്ല, കംപ്ലീറ്റ്ലി കേൾവി ശക്തി ആ വർക്കറിന്റെ പോവും. ഓക്കെ, ഇതിനെയാണ് പെർമനന്റ് ഹിയറിംഗ് ലോസ് എന്ന് പറയാം. അത് നമുക്ക് കേൾവി ശക്തി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അത് ആ വർക്കർ ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടും ആ വർക്കേഴ്സിന്റെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെ? സോ ദാറ്റ് ഈസ് എന്താ, നമുക്ക് അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് പറയാം. പിന്നെ വരുന്നതാണ് ഈ വർക്കറിന് തന്നെ എന്ത് ഫീൽ ചെയ്യാം, അവിടെ പെർമനന്റ് റിംഗിങ് ഇൻ ഇയേഴ്സ് ഉണ്ടാവും, അതായത് പെർമനന്റ് ടിനിറ്റസ് ഉണ്ടാവും. അതായത് വിത്തൗട്ട് എനി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഓർ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്താ റിംഗിങ് ഇൻ ഇയേഴ്സ്, റിംഗിങ് സൗണ്ട് വിൽ ബി ഹേർഡ്. ഒരു റിംഗിങ് സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ എന്തൊരവസ്ഥയാന്ന് ആലോചിച്ച് നോക്കിയാൽ, ചെവിയിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കും, മുഴക്കം സൗണ്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് പെർമനന്റ് റിംഗിങ് ഇൻ ഇയേഴ്സ് ഓർ പെർമനന്റ് ടിനിറ്റസ് എന്ന് പറയാം. അപ്പൊ ഈ ടേംസ് പറഞ്ഞാലേ നമുക്ക് സെക്കൻഡ് കോളത്തിൽ മാർക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞത് മിസ്റ്റേക്ക് ആണെന്നല്ല, നമ്മൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയണം. വാട്ട് വിൽ ബി ദ കോൺസിക്വൻസ് ഡ്യൂ ടു ലൗഡ് നോയ്സ് എക്സ്പോഷർ. ലൗഡ് നോയ്സ് എക്സ്പോഷർ കൊണ്ട് എന്തൊക്കെ കോൺസിക്വൻസ് ഉണ്ടാവും? അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് ഈ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ ടെമ്പററി ത്രെഷോൾഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ടെമ്പററി ഹിയറിംഗ് ലോസ്, പെർമനന്റ് ഹിയറിംഗ് ലോസ്, പെർമനന്റ് റിംഗിങ് ഇൻ ഇയേഴ്സ്, ഇങ്ങനെ തന്നെ പറയണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെ കൺട്രോൾസ് കൊടുക്കാൻ പറ്റും നോയ്സ് പ്രിവെന്റ് ചെയ്യാൻ? നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട്, എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം? ഇയർ പ്ലഗ്സ്, ഇയർ മഫ്സ്. യെസ്. പക്ഷെ നമ്മൾ ഹൈറാർക്കി പറയുമ്പോൾ PPE ആദ്യം പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ ലാസ്റ്റ് അല്ലേ പറയാം.
ഓക്കെ, കറക്റ്റ് ആണ്. PPE എന്തായാലും വേണം. PPE മസ്റ്റ് ബി വോൺ ബൈ ദ വർക്കേഴ്സ് ദോസ് ഹു ആർ എക്സ്പോസ്ഡ് ഇൻ ലൗഡ് നോയ്സ് ഏരിയ. PPE എന്തായാലും വേണം കേട്ടോ, ഉറപ്പാണ്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ, ഞാൻ തിയററ്റിക്കലി ആണ് പറയുന്നത്, ഇത് എല്ലാ വർക്ക് പ്ലേസിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എലിമിനേഷൻ. സിമൻ മിക്സർ മേക്കിംഗ് ലൗഡ് നോയ്സ്, ജസ്റ്റ് എന്താ സ്വിച്ച് ഓഫ് ദ സിമൻ മിക്സർ ആൻഡ് റിമൂവ് ഇറ്റ്. നടക്കണ കാര്യമാണോ? പക്ഷെ നമ്മൾ ഒരു ഓർഡറിൽ പറയുമ്പോൾ ദാറ്റ് ഇസ് എലിമിനേഷൻ ആണ് ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, എലിമിനേറ്റ് ദ സിമൻ മിക്സർ, എലിമിനേറ്റ് ദ സൗണ്ട് സോഴ്സ്, നോയ്സ് സോഴ്സ്. നോയ്സ് സോഴ്സിനെ നമ്മൾ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാം. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? സബ്സ്റ്റിറ്റ്യൂട്ട് ദ സിമൻ മിക്സർ വിത്ത് ന്യൂ വൺ, അല്ലെ? അല്ലെങ്കിൽ വിത്ത് അനദർ വൺ വിച്ച് പ്രൊഡ്യൂസ് ലെസ് നോയ്സ്, അതിനേക്കാളും കുറവ് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു മെഷീൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോഴും നോയ്സ് കുറഞ്ഞില്ലേ? ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നോയ്സ് കുറവുള്ള രീതിയിൽ ആ പ്രോസസ് ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽസ് ആണെങ്കിൽ അത് ഗ്ലാസ് ബോട്ടിൽസിന് പോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൗണ്ട് കുറയും. ഓക്കെ, അപ്പൊ അങ്ങനെ ആക്ടിവിറ്റീസ്, പ്രോസസ് ഒക്കെ മാറ്റാൻ പറ്റും. പക്ഷെ അത് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് അത് പറയണ്ട. പിന്നെ ഉള്ളത് മെയിൻ്റനൻസ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, റിപ്പയർ കഴിഞ്ഞ് കഴിയുമ്പോൾ പല മെഷീൻസിന്റെ സൗണ്ട് കുറയും, അല്ലെ? പ്രോപ്പർ ആയിട്ടുള്ള ഓയിൽ ചേഞ്ച്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ കൊടുത്തു, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള മീൻസ് മെറ്റൽ പാർട്സ് ഒക്കെ കറക്റ്റ് പൊസിഷൻ ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ നമ്മുടെ വീട്ടിലുള്ള മെഷീൻസ്, ഇപ്പൊ മോട്ടർ, പഴയ ഫാൻ, ഇതൊക്കെ മീൻസ് ഒന്ന് നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ സൗണ്ട് ഒക്കെ കുറയും, അല്ലെ? നോയ്സ് കുറയില്ലേ? കാരണം എന്താ? അഡിക്വേറ്റ് പ്രോപ്പർ മെയിൻ്റനൻസ് കൊടുക്കുന്നോണ്ടാണ്. ക്ലിയർ അല്ലേ? കുറെ കാലം ചെല്ലുമ്പോഴേക്കും എന്താ സംഭവിക്കുക? ഈ മെഷീൻസ് ഒക്കെ ലൗഡ് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. കാരണം അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട്, റിപ്പയർ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ പ്രോപ്പർ ലൂബ്രിക്കേഷൻ, പ്രോപ്പർ മെറ്റൽ പാർട്സ് കറക്റ്റ് ഓറിയന്റേഷനിലാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് കുറയ്ക്കാൻ പറ്റും, അല്ലെ? അപ്പൊ മെയിൻ്റനൻസ് കൊടുക്കാം. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? സൈലൻസർ ഫിക്സ് ചെയ്യാം, അല്ലെ? അപ്പൊ മീൻസ് എല്ലാത്തിലും സൈലൻസർ ഫിക്സ് ചെയ്യാൻ പറ്റണമെന്നില്ല. സൈലൻസർ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസിൽ നമുക്ക് സൈലൻസർ ഫിക്സ് ചെയ്യാം. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക ഡാമ്പിംഗ് എന്ന് പറയും. അതും എല്ലായിടത്തും ചെയ്യാൻ പറ്റണമെന്നില്ല. ഡാമ്പിംഗ് എന്ന് പറയുമ്പോൾ സൗണ്ടിനെ കംപ്ലീറ്റ്ലി മീൻസ് നമ്മളിപ്പോ ഈ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ഇതിനെ കംപ്ലീറ്റ്ലി മാറ്റി നമുക്ക് എന്താ വേറൊരു രീതിയിൽ വൈബ്രേഷൻ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ഡാമ്പിംഗ് മെറ്റീരിയൽസ് വെച്ച് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ നോയ്സിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് വേറൊരു എനർജി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡാമ്പിങ്ങിൽ ചെയ്യുക. ഓക്കെ, റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ റബ്ബേഴ്സ് അതൊക്കെ യൂസ് ചെയ്തിട്ട് ഡാമ്പിങ് ചെയ്യാറുണ്ട്. ഡാമ്പ് ചെയ്യുക, കവർ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കംപ്ലീറ്റ്ലി ഇൻസുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു നോയ്സ് പ്രൊഡ്യൂസിങ് മെഷീൻ ആണെങ്കിൽ നമുക്ക് ഒരു മീൻസ് സൗണ്ട് ഇൻസുലേറ്റിംഗ് റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ആ സൗണ്ട് ട്രാവൽ ചെയ്യില്ല. സൗണ്ട് കനോട്ട് ട്രാവൽ എന്താ വിത്തൗട്ട് മീഡിയം. അത് ഫുൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ടിന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ ഇൻസുലേറ്റ് ചെയ്യാന്ന് പറയാം. ഓക്കെ, ഒരു മീൻസ് ഒട്ടും വായുസഞ്ചാരം ഇല്ലാത്ത കംപ്ലീറ്റ്ലി അടഞ്ഞു കിടക്കുന്ന ഒരു റൂമിൽ ഈ മെഷീൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ജനറേറ്റർ ആവട്ടെ, ഇത് കംപ്ലീറ്റ്ലി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് സൗണ്ട് വരില്ല. ഓക്കെ, അതിനാണ് ഇൻസുലേഷൻ എന്ന് പറയാം. ഇൻസുലേറ്റ് ചെയ്യാം, സൗണ്ട് ഇൻസുലേറ്റിംഗ് വാൾസ് വെച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അബ്സോർപ്ഷൻ ചെയ്യാം. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി എന്താ, നമുക്ക് തിയേറ്ററിലൊക്കെ ചെയ്യുന്ന ടെക്നിക്കാണ്. അത് സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് ഉണ്ട്, ഫോം, അക്കോസ്റ്റിക് പാനൽസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളുടെ റിസീവർ നമ്മുടെ ചെവിയിൽ എത്തുന്നതിന് മുമ്പ് ഇറ്റ് വിൽ അബ്സോർബ് ദ നോയ്സ്. ഈ നോയ്സിനെ കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യും. അപ്പൊ ഈ പ്രതിധ്വനി അല്ലെങ്കിൽ റിവേർബറേഷൻ, ഈ സംഭവമൊക്കെ കുറച്ച് ഓക്കെ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും നമുക്ക് പുറത്തു വരിക. ഓക്കെ, അപ്പോൾ ബിഫോർ റീച്ചിങ് ടു ദ റിസീവർ എന്താ, ദീസ് അബ്സോർബിങ് മെറ്റീരിയൽസ് വിൽ എന്താ അബ്സോർബ് ദ നോയ്സ്, നോയ്സ് വൈബ്രേഷൻ. ഈ നോയ്സിനെ കംപ്ലീറ്റ്ലി അത് വലിച്ചെടുക്കും. ക്ലിയർ ആണോ? അതിന് അബ്സോർപ്ഷൻ എന്ന് പറയും. അത് പക്ഷെ എല്ലായിടത്തും നമുക്ക് വർക്ക് പ്ലേസിലൊക്കെ കൊടുക്കാൻ പറ്റണം എന്നില്ല. പക്ഷെ ചില സിറ്റുവേഷൻസിലൊക്കെ ചെയ്യാം. തിയേറ്ററിലൊക്കെ ചെയ്യുന്നതാണ് ഈ അബ്സോർപ്ഷൻ. മീൻസ് കറക്റ്റ് ആയിട്ടുള്ള അക്കോസ്റ്റിക് സ്റ്റഡി ഒക്കെ നടത്തി അക്കോസ്റ്റിക് പാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഐസൊലേഷനും കൂടി ചെയ്യാം. സൗണ്ട് പ്രൊഡ്യൂസിങ് മെറ്റീരിയൽസും അല്ലെങ്കിൽ മെഷീൻസും മീൻസ് അതിന്റെ സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സും കൂട്ടിമുട്ടിയിട്ടായിരിക്കും കൂടുതൽ സൗണ്ട് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു സ്പ്രിങ് വെക്കാം, അബ്സോർബൻ മാറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നോയ്സ് കുറഞ്ഞു കിട്ടും.
ഓക്കെ, അതിനാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക, കൂട്ടിമുട്ടുന്ന സംഭവങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് കുറയും. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലാസ്റ്റ് PPE ആണ്. PPE പറയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോ പറഞ്ഞതെല്ലാം എഞ്ചിനീയറിംഗ് കൺട്രോളാ. ഇൻസുലേഷൻ, ഐസൊലേഷൻ, അബ്സോർപ്ഷൻ, ഇതൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്, ഡാമ്പിങ് ചെയ്യുക, ഇതൊക്കെ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ കൺട്രോൾ ആണ്. നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് എന്തൊക്കെ പറയാം, വർക്കേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, ഇൻഫർമേഷൻ കൊടുക്കാം, അല്ലെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാം, റിസ്ക് അസസ്മെന്റ് ചെയ്യാം. നോയ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള സ്പെസിഫിക് റിസ്ക് അസസ്മെന്റ് ഉണ്ട്. അപ്പൊ നോയ്സ് സ്പെസിഫിക് റിസ്ക് അസസ്മെന്റ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വേറൊരു കാര്യം കൂടി ചെയ്യാം. അവിടെ വർക്കേഴ്സിന് ഇപ്പൊ നമുക്ക് വലിയ വലിയ പ്ലാന്റ് ഏരിയാസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ പ്ലാന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂജ് മെഷീൻസ് ആയിരിക്കും ഇങ്ങനെ റണ്ണിങ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഓപ്പറേറ്റേഴ്സ് സ്ഥിരം അവിടെ ഉണ്ടാവണം. അപ്പൊ ഓപ്പറേറ്റേഴ്സിന് ഒരു ക്യാബിൻ ഉണ്ടാവും. അപ്പൊ ആ ക്യാബിന്റെ ഉള്ളില് ഇവരിയ്ക്കുമ്പോ ഇവര് PPEs ഒന്നും വെക്കില്ല. അപ്പൊ അവർക്ക് കൂടുതലും അവിടെ 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ ആ ക്യാബിൻ തന്നെ ഒരു അക്കോസ്റ്റിക് ഹെവൻ എന്ന് പറയും. കംപ്ലീറ്റ്ലി സൗണ്ട് അകത്തേക്ക് കടക്കാത്ത രീതിയിൽ നമ്മളൊരു ക്യാബിൻ അവർക്ക് പണിഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ അവർക്ക് ഇടക്ക് മാത്രം മെഷീൻസിന്റെ അടുത്ത് പോയാൽ മതി. അപ്പൊ മാത്രം അവർക്ക് PPE യൂസ് ചെയ്താൽ മതി. ആ ക്യാബിനിൽ ഇരിക്കുമ്പോൾ അവർക്ക് നോയ്സ് എഫക്ട് ചെയ്യില്ല. അപ്പൊ അക്വസ്റ്റിക് ഹെവൻ അല്ലെങ്കിൽ അക്വസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാബിൻ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതും ഒരു കൺട്രോൾ മെഷർ ആണ്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ ഇൻസ്ട്രക്ഷൻ, ട്രെയിനിങ് കൊടുക്കാം, റിസ്ക് അസസ്മെന്റ് ചെയ്യാം. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് എന്താണ്, നോയ്സ് ലെവല് അവരുടെ ചെവികളെ ഡാമേജ് ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള ഓഡിയോമെട്രിക് ടെസ്റ്റ് നടത്താം. ഓക്കെ, ഓഡിയോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ മെഡിക്കൽ ടെസ്റ്റ് ഫോർ ഐഡന്റിഫൈ ദ ഹിയറിംഗ് ഇമ്പയർമെന്റ്. ഈ ഹിയറിംഗിൽ വരുന്ന പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിനെയാണ് നമ്മൾ മെഡിക്കൽ ചെക്കപ്പ് അല്ലെങ്കിൽ ഓഡിയോമെട്രി എന്ന് പറയാം. ഓക്കെ, ഹിയറിംഗ് മെഡിക്കൽ ചെക്കപ്പ് അല്ലെങ്കിൽ ഓഡിയോമെട്രി എന്ന് പറയാം. ഓഡിയോമെട്രിക് ടെസ്റ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ്. അപ്പൊ നമുക്ക് ചെവിക്ക് എന്താ പ്രശ്നമുള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഇസ് എന്താണ് അറിയാലോ, PPE നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ടെങ്കിലും ചില സമയത്ത് മിക്കവാറും ഈ PPE യൂസ് ചെയ്യുന്ന ഏരിയാസിലൊക്കെ ഇറ്റ് വിൽ ബി ദ ഓൺലി ഓപ്ഷൻ. വേറെ ഓപ്ഷൻസ് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ എന്തൊക്കെയാ, ഇയർ പ്ലഗ് ആൻഡ് ഇയർ മഫ്. ഇയർ പ്ലഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വളരെ ചീപ്പാണ്. ഒരു 30 രൂപ അല്ലെങ്കിൽ 50 രൂപയ്ക്ക് ഇയർ പ്ലഗ് വാങ്ങിക്കാൻ പറ്റും. അത്രയും ചീപ്പായിട്ടുള്ള ലെവലിൽ മീൻസ് ഇയർ പ്ലഗ് അവൈലബിൾ ആണ്. നമ്മൾ ഹെഡ്സെറ്റ് ഒക്കെ വെക്കുന്ന പോലെ ഇയർ കനാലിലേക്ക് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്ത് വെക്കാൻ പറ്റും. അത് വെറുതെ പുഷ് ചെയ്ത് വെച്ചാൽ പോരാ, നമ്മൾ ഇങ്ങനെ അതിന് മെത്തേഡ് ഉണ്ട്. കറക്റ്റ് ഔട്ടർ ഇയർ ഇങ്ങനെ വലിച്ചു പിടിച്ച് അത് സ്ക്യൂസ് ചെയ്ത് ഇങ്ങനെ വേണം വെക്കാൻ. അതിന് ഓരോ മെത്തേഡ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് വെച്ചില്ലെങ്കിൽ വെച്ചില്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. മനസ്സിലായോ? അപ്പൊ ഇയർ പ്ലഗ് വെക്കുന്നതിനും അത് വർക്കേഴ്സിന് പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, എങ്ങനെയാണ് വെക്കേണ്ടത്. അത് പ്രോപ്പറായിട്ട് നമ്മൾ സൂപ്പർവൈസ് ചെയ്യാൻ വേണം. എല്ലാ വർക്കേഴ്സും വെച്ചിട്ടുണ്ടോ. ഓക്കെ, ഇയർ മഫ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. കുറച്ചും കൂടി കംപ്ലീറ്റ് ഈ ഇയറിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മറ്റേ ഇയർ പ്ലഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ചെവിയിൽ ഈ ഭാഗം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഉള്ള ഈ ഏരിയാസിലുള്ള നോയ്സ് കംപ്ലീറ്റ്ലി നമ്മുടെ ചെവിയിലേക്ക് അകത്ത് കിടക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഈ സ്കള്ളിന്റെ ഒരു റീജിയൻ എക്സ്പോസ്ഡ് ആയതുകൊണ്ട്. മറ്റേ ഇയർ മഫ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി കവേർഡ് ആയതുകൊണ്ട് ഇതിന്റെ അറ്റുനേഷൻ കൂടുതലായിരിക്കും. അറ്റുനേഷൻ എന്ന് പറയുമ്പോൾ സൗണ്ട് റിഡക്ഷൻ ലെവലാണ്. സൗണ്ട് റിഡക്ഷൻ ലെവൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇയർ പ്ലഗ് അല്ലെങ്കിൽ ഇയർ മഫ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ പാക്കറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും അറ്റുനേഷൻ എത്രയും എഴുതിയിട്ടുണ്ടാവും, നോയ്സ് റിഡക്ഷൻ ലെവൽ. ഓക്കെ, ഇപ്പോ NRL എന്നൊക്കെ പറയും. ഓക്കെ, ഈ ലെവൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലത് 20 ഡെസിബിൾ കുറയ്ക്കുന്നതായിരിക്കും. അതായത് അത് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ഡെസിബിൾ അല്ലെങ്കിൽ 20 ഡെസിബിൾ അല്ലെങ്കിൽ 30 ഡെസിബിൾ ഇത്ര ഡെസിബിൾ കുറയ്ക്കുന്ന എഴുതി വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, അറ്റുനേഷൻ. അപ്പൊ ഏറ്റവും കൂടുതൽ അറ്റുനേഷൻ കൂടുതലുള്ളത് ഏതിനായിരിക്കും, ഇയർ പ്ലഗിനാണോ ഇയർ മഫിനാണോ നോയ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്? ഇയർ പ്ലഗ് ആണോ ഇയർ മഫ് ആണോ? ഇയർ മഫ്. ഇയർ മഫ്. യെസ്, ഇയർ മഫ് ആണ്. ഇയർ മഫ് നിങ്ങൾ ഞാനതിന് പിക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇയർ പ്ലഗും ഇയർ മഫും നമുക്ക് വർക്കേഴ്സിന് കൊടുക്കാം. ഓക്കെ, കൂടുതൽ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയാസിലാണെങ്കിൽ നമുക്ക് ഇയർ മഫ് കൊടുക്കാം. പക്ഷെ ഇയർ മഫ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. സാധാരണ എല്ലാ വർക്കേഴ്സിനും ഇയർ പ്ലഗ് ആണ് കൊടുക്കാറുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഹലോ, ക്ലിയർ ആണ് മിസ്. സോ ഞാനത് നോക്കി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു കാറ്റഗറി കൂടി ഒന്ന് ജസ്റ്റ് പറയാം, കാരണം ഇത് രണ്ടും സിമിലർ ആണ്. ചെക്ക് ഇഫ് ദ മെഷീൻ ഈസ് വർക്കിംഗ്. ഓക്കെ, ഞാൻ ഇപ്പോഴാണ് മെസ്സേജ് കണ്ടത്. ഓക്കെ, ഇനി അപ്പോ നമുക്ക് വൈബ്രേഷൻ കൂടി പറയാം. നോയ്സിന്റെ പോലെ തന്നെയാണ് വൈബ്രേഷൻ, സിമിലർ ടു നോയ്സ്. നമുക്ക് വൈബ്രേഷന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ,
നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള വൈബ്രേഷൻ ആണ്. വർക്കേഴ്സ് എക്സ്പോസ്ഡ് ആവുന്ന ഡ്രില്ലിംഗ് മെഷീൻ, അല്ലെങ്കിൽ കട്ടിംഗ് മെഷീൻ, ഗ്രൈൻഡിംഗ് മെഷീൻ, അല്ലെങ്കിൽ ജാക്ക് ഹാമർ, കോൺക്രീറ്റ് ബ്രേക്കർ, പലതരത്തിലുള്ള മെഷീൻസും എന്താ പ്രൊഡ്യൂസ് ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ, ഭയങ്കരമായിട്ടുള്ള വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ടാവും. ഓക്കെ, സോ അത് ഇപ്പൊ പറഞ്ഞ ഡ്രില്ലിംഗ് മെഷീൻ ആവാം, അല്ലെങ്കിൽ ജാക്ക് ഹാമർ ആവാം, എനി കൈൻഡ് ഓഫ് മെഷീൻ ദാറ്റ് പ്രൊഡ്യൂസസ് ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ നമുക്ക് വൈബ്രേഷൻ ഹസാർഡ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, നമ്മൾ ആക്സലറേഷന്റെ യൂണിറ്റ് ആണ് ഇതിൽ പറയാ. ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ഫ്രീക്വൻസി മീൻസ് വളരെ കൂടുതലാണ്, ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ ആണെങ്കിൽ നമ്മുടെ കൈകൾക്ക് ഹാൻഡ് ആം വൈബ്രേഷൻ സിൻഡ്രോം ഉണ്ടാവും. ഹാൻഡ് ആം വൈബ്രേഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈകളിൽ കംപ്ലീറ്റ്ലി എന്താ സംഭവിക്കുക, നമ്മുടെ ജോയിന്റ്, ഈ വിരലുകളിലെയൊക്കെ ജോയിന്റ് വീക്കെൻഡ് ആവും, മസിൽ വീക്കനിങ് ഉണ്ടാവും, ജോയിന്റ് ഡാമേജ് ആയി പോവും, നെർവ് ഡാമേജ് ആയി പോവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പല പല ഇഷ്യൂസും അവിടെ വൈബ്രേഷനിലൂടെ എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇതിനെ ഹാൻഡ് ആം വൈബ്രേഷൻ സിൻഡ്രോം എന്നാണ് പറയാ. ഈ വൈബ്രേറ്ററി ടൂൾസ് യൂസ് ചെയ്യുന്നവരുടെ കൈ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, അതായത് ചില ഭയങ്കര വൈറ്റ് ആൻഡ് നമ്പായിട്ട് ഫീൽ ചെയ്യും, ചില സ്ഥലത്ത് ഇങ്ങനെ റെഡിഷ് ആയിട്ടുള്ള മാർക്കും ഉണ്ടാവും. അതായത് ഈ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് പോയി അവിടെ വൈറ്റ് ആൻഡ് നമ്പ് ആവും, പെട്ടെന്ന് ഈ ബ്ലഡ് സർക്കുലേഷൻ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ നല്ല പെയിനും വർക്കേഴ്സിന് ഫീൽ ചെയ്യും. അപ്പൊ അവരുടെ കൈ കാണുമ്പോൾ തന്നെ വൈറ്റ് ആൻഡ് റെഡ് കളറിന്റെ മിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എന്താ കൂടുതൽ വൈബ്രേറ്ററി ടൂൾസ് യൂസ് ചെയ്യുന്നവരുടെ കൈ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനെ വൈബ്രേഷൻ വൈറ്റ് ഫിംഗർ എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ അത്രയും എക്സ്പോസ്ഡ് ആവുന്ന കണ്ടിന്യൂസ്ലി മീൻസ് ഡെയിലി ആക്ടിവിറ്റി ഇത് തന്നെ, അവർ ആ മെഷീൻസ് എപ്പോഴും എന്താ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരുടെ കൈകൾക്കൊക്കെ ഇത്രയും ഡാമേജ് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, കംപ്ലീറ്റ്ലി ഡാമേജ്, മസിൽ ഡാമേജും ഈ നെർവ് വീക്കനിങ്ങും ഇതേപോലെ ജോയിന്റ് ഡാമേജും ഈ വൈബ്രേഷൻ വൈറ്റ് ഫിംഗർ ഒക്കെ അവിടെ നടന്നുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണ് മിസ്. സോ അതാണ് ഒരു എഫക്ട്. ഇത് ഹാൻഡ് ആൻഡ് വൈബ്രേഷൻ സിൻഡ്രോം ആണ്. നമുക്കറിയാലോ, നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താ, നമ്മുടെ കൈകളാണ്. അപ്പൊ കൈകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ് ഈ പറയുന്നത്. ഇനി ഹോൾ ബോഡി വൈബ്രേറ്ററി ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ എഫക്റ്റഡ് ആവും. ഹോൾ ബോഡി എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഫുൾ ബോഡി എഫക്റ്റഡ് ആവുന്നത്. ഇപ്പൊ ഡംബർ ട്രക്ക് യൂസ് ചെയ്യുന്ന ഡ്രൈവർ, ഓക്കെ, അപ്പൊ അത് ഹെവി വൈബ്രേഷൻ ആണ്, ബോഡി കംപ്ലീറ്റ്ലി ഡാമേജ് ആവുന്നുണ്ട്. അപ്പൊ മീൻസ് കംപ്ലീറ്റ്ലി ഈ നമ്മുടെ ബാക്ക് മസിൽസ്, മീൻസ് നമ്മുടെ സ്പൈനൽ കോഡ്, ഇതൊക്കെ അവിടെ കോംപ്രമൈസ്ഡ് ആവുന്ന, ഭയങ്കരമായിട്ട് ഡാമേജ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബോഡി മസിൽ പെയിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അവിടെ ഡിസ്ക് ഡാമേജ് ഉണ്ടാവാം. ഓക്കെ, ബാക്ക് മസിൽ അല്ലെങ്കിൽ ഡിസ്ക് ഡാമേജ് ഉണ്ടാവാം. ഓക്കെ, കംപ്ലീറ്റ്ലി മസിൽ ഡാമേജ്, നെർവ് വീക്കനിങ് ഉണ്ടാവാം, ഇതൊക്കെ സ്റ്റൊമക് ഏക്ക് ഉണ്ടാവാം, ബോഡി ഏക്ക് ഉണ്ടാവാം. ഇതൊക്കെ ഹോൾ ബോഡി എന്താ, നമ്മളിപ്പോ ഹാൻഡ് ആൻഡ് വൈബ്രേഷൻ സിൻഡ്രോം പറഞ്ഞ പോലെ ഹോൾ ബോഡി എന്താ വൈബ്രേഷൻ സിൻഡ്രോം ആണ് അവിടെ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഫുൾ നമ്മുടെ ശരീരം വൈബ്രേറ്ററി എന്തെങ്കിലും സോഴ്സിൽ എക്സ്പോസ്ഡ് ആവുകയാണ്. ഇപ്പൊ ഡംബർ ട്രക്ക് എക്സാമ്പിൾ ആണ്. ക്യാബിൻ ക്രൂ ഫ്ലൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ക്യാബിൻ ക്രൂ ചിലപ്പോൾ ഇത്രയും വൈബ്രേഷൻ എക്സ്പോസ്ഡ് ആവുന്നുണ്ടാവും. അപ്പൊ അത്രയും ഹൈ വൈബ്രേഷൻ ഉള്ള ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ ഹോൾ ബോഡി വൈബ്രേഷൻ സിൻഡ്രോം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഹാൻഡ് ആൻഡ് വൈബ്രേഷൻ സിൻഡ്രോം ആണ്. നമ്മൾ കൂടുതൽ എളുപ്പമല്ലേ, കൈകളിൽ മീൻസ് നമ്മൾ ഹാൻഡ് ടൂൾസ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ വൈബ്രേഷൻ കൈകളിലേക്ക് നേരിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടൂള് പറഞ്ഞിട്ട് ഈ വൈബ്രേറ്ററി എക്സ്പോഷർ വരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? ഓക്കെ, സോ അതിന്റെ കൺട്രോൾ മെഷർ ആണെങ്കിലും നമുക്ക് നോയ്സിന്റെ പറഞ്ഞ പോലെ തന്നെ പറയാം. വൈബ്രേറ്ററി ടൂൾസ് എലിമിനേറ്റ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് പുതിയൊരു വൈബ്രേഷൻ കുറഞ്ഞ ടൂൾ യൂസ് ചെയ്യാം, അല്ലെ? മെയിൻ്റനൻസ് കൊടുക്കാം. നോയ്സിന് പറഞ്ഞ പോലെ ഇവിടെ മെയിൻ്റനൻസ് കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ആന്റി വൈബ്രേറ്ററി ടൂൾ, വൈബ്രേറ്ററി മൗണ്ടിങ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കൈ വെക്കുന്ന ഏരിയ അല്ലെങ്കിൽ കോണ്ടാക്ട് വരുന്ന ഏരിയ ഒരു ആന്റി വൈബ്രേറ്ററി മൗണ്ടിങ് വെച്ചിട്ട് കവർ ചെയ്യാം. ആ ഏരിയയിൽ ആന്റി വൈബ്രേറ്ററി മൗണ്ടിങ് ഉള്ളതുകൊണ്ട്, ആ ഒരു കവറിങ് ഉള്ളതുകൊണ്ട് വൈബ്രേഷൻ നേരിട്ട് കിട്ടില്ല. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും മെയിൻ്റനൻസ് കൊടുക്കാം. പിന്നെ വർക്കേഴ്സിന് നേരത്തെ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് കൊടുക്കാം, വൈബ്രേഷൻ സ്പെസിഫിക് റിസ്ക് അസസ്മെന്റ് കൊടുക്കാം, വൈബ്രേഷന്റെ മെഡിക്കൽ ചെക്കപ്പ് വർക്കേഴ്സിന് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പൊ നോയ്സ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. സെയിം സംഭവം തന്നെ, മീൻസ് ഡിഫറെന്റ് വൈബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കൺട്രോൾ മെഷറും ആ ഹസാർഡിന്റെ പാറ്റേണും മീൻസ് സെയിം തന്നെയാണ്, എക്സ്പോഷറും സെയിം തന്നെയാണ്. അപ്പോൾ ഓരോ ഇതേപോലെയുള്ള ഫിസിക്കൽ ഹസാർഡ്സിനും എക്സ്പോഷർ ടൈം ഉണ്ടാവും.
വർക്ക് പ്ലേസ് എക്സ്പോഷർ ടൈം ഉണ്ടാവും. ഇപ്പൊ 8 മണിക്കൂറിൽ 90 ഡെസിബിളെ വർക്കേഴ്സ് എക്സ്പോസ്ഡ് ആവാൻ പാടുള്ളൂ. ഓക്കെ, അതിൽ കൂടുതലാവാനായിട്ട് പാടില്ല. ഓക്കെ, അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടാവും. അതേപോലെ വൈബ്രേഷനും ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ വൈബ്രേറ്ററി എന്താ എഫക്ട്സ് കൈകളിൽ അല്ലെങ്കിൽ ബോഡിയിൽ കാണപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം? എലിമിനേഷൻ ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം, മെയിൻ്റനൻസ് കൊടുക്കാം, ഇവിടെ ആന്റി വൈബ്രേറ്ററി മൗണ്ടിങ്സ് കൊടുക്കാം, അവിടെ നോയ്സിനാണെങ്കിൽ നമ്മൾ പറഞ്ഞ ടെക്നിക്കൽ കൺട്രോൾസ് കൊടുക്കാം. പിന്നെ എല്ലാത്തിലും നമുക്ക് പറയുന്ന ഇൻഫർമേഷൻ ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ഇതൊക്കെ പറയാം. ഇവിടെ വൈബ്രേഷൻ നമുക്ക് PPE പറയാം. PPE ഏതാണ്? PPE വൈബ്രേഷൻ കൊടുക്കാവുന്ന PPE ഗ്ലൗസ് ആണ്. ഇപ്പൊ നമ്മൾ ആന്റി വൈബ്രേറ്ററി ഗ്ലൗസസ് അവൈലബിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എത്രത്തോളം അത് പോസിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഗ്ലൗസ് ഷുഡ് ബി യൂസ്ഡ്. ഗ്ലൗസ് യൂസ് ചെയ്യാന്നുള്ളത് പറയാം. ആന്റി വൈബ്രേറ്ററി ഗ്ലൗസ് യൂസ് ചെയ്യാന്ന് പറയാം. ഓക്കെ, വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള സേഫ് വർക്കിംഗ് മെത്തേഡ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമ്മൾ എത്ര കോണ്ടാക്ട് ഫോഴ്സ് കൊടുക്കുന്നോ വൈബ്രേറ്ററി മെഷീൻ യൂസ് ചെയ്യുമ്പോൾ അത്രയും വൈബ്രേഷൻ നമ്മുടെ കൈകളിലേക്ക് കിട്ടും. എത്ര സമയം കണ്ടിന്യൂസ്ലി നമ്മൾ വൈബ്രേറ്ററി ടൂൾ യൂസ് ചെയ്യുന്നോ അത്രയും സമയത്തെ വൈബ്രേഷൻ നമ്മുടെ കൈകളിലേക്ക് കിട്ടും. അപ്പോൾ ഈ ടൈം അല്ലെങ്കിൽ ഡ്യൂറേഷൻ, കോണ്ടാക്ട് ഫോഴ്സ് അപ്ലൈഡ്, എത്ര ഫ്രീക്വൻസി ഉണ്ട്, ഏജ് ഓഫ് എക്യുപ്മെന്റ്. പഴയ എക്യുപ്മെന്റ് ആണെങ്കിൽ അത്രയും വൈബ്രേഷൻ കൂടും അല്ലെങ്കിൽ അത്രയും നോയ്സ് കൂടും. മനസ്സിലായോ? അപ്പൊ അതിനനുസരിച്ച് ഈ ഡാമേജ് വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ നമുക്ക് കൺട്രോൾ മെഷറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? വെൽഫെയർ ആൻഡ് വർക്കിംഗ് എൻവയോൺമെന്റ്, നോയ്സ് ആൻഡ് വൈബ്രേഷൻ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഇതിനെപ്പറ്റി ഒന്ന് റെഫർ ചെയ്യാം. ഇതിന്റെ ഹസാർഡ് ഏതൊക്കെയാണ്, കോൺസിക്വൻസ് എന്തൊക്കെയാണ്, കൺട്രോൾ മെഷർ എന്തൊക്കെയാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഞാനിപ്പം ഗ്രൂപ്പിൽ ഹസാർഡ് കാറ്റഗറി ലിസ്റ്റ് ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്. ഓക്കെ, ആരാണ് സൂം യൂസർ ആരാണെന്ന് പറയാവോ? ഹലോ, ക്ലാസ് കഴിയാറായി, ഇതുവരെ സൂം യൂസർ മിണ്ടുന്നില്ലല്ലോ. ഹലോ, ഓക്കെ, ശ്രാവൺ. ശ്രാവണോ? Yes. ശ്രാവണല്ല, ഇവിടെ സൂം യൂസർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പേര് കിടക്കുന്നുണ്ടല്ലോ. ഇത്രയും നേരം ക്ലാസ് കേട്ടിട്ടില്ലേ? ഹലോ, Zoom is Adil. ആദിലാണോ? Uh, അപ്പൊ രണ്ട് ആദിലുണ്ടോ? നമ്മുടെ ആദിൽ അല്ല, സയ്യിദ് ഉണ്ടല്ലോ. അല്ലാതെ വേറെ ആദിൽ സയ്യിദ് ഉണ്ടോ? നെയിം ഉണ്ടോ? ആദിൽ സയ്യിദ് ഇപ്പൊ സംസാരിക്കുന്ന ആദിൽ സയ്യിദ് ആണ്. വേറൊരു സൂം സഫ്വാനാണോ? യൂസർ. അപ്പൊ അത് അല്ല, ഇതാണോ ഈ സംസാരിക്കണോ? അതെ അതെ അതെ, ഇതാരാണ്? സഫ്വാൻ. സഫ്വാൻ. ഓക്കെ ഓക്കെ, സഫ്വാൻ കറക്റ്റ് ആയിട്ട് നെയിം കൊടുക്കണം കേട്ടോ. നമുക്ക് ഗ്രൂപ്പില് നിങ്ങളുടെ ലിസ്റ്റ് കൊടുക്കാനുള്ളതാ. അപ്പം ഓക്കെ, ഞാൻ കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ ഹലോ, ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണ് മാം, ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആയിരുന്നു.